പക്ഷേ ജീവിതം നമ്മുടെ മകളുടെയാണ്. തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ പോലും നമ്മുടെ മകൾ ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെന്നപ്പെടാൻ പാടില്ല. മോളെ കണ്ട സന്തോഷത്തിൽ ഞാൻ സ്വയം മറന്നുപോയ അച്ഛാ. അച്ഛൻ ചിന്തിച്ചതുപോലെ കൂടുതൽ കടന്ന് ഞാൻ ചിന്തിച്ചതുമില്ല. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല സരോജ, നീ സമാധാനമായിരിക്കും. എനിക്കുണ്ടായ സംശയം ഒരു സംശയം മാത്രമായിരിക്കില്ലെന്നാണ് എൻ്റെ പ്രാർത്ഥന. ചിലപ്പോഴിതൊക്കെ എൻ്റെ തോന്നലാകാനും സാധ്യതയുണ്ട്. നമുക്ക് ഇങ്ങനെയൊരു സംശയമുള്ള കാര്യം ഒരിക്കലും നീ മോളോട് നേരിട്ട് ചോദിക്കരുത്. അച്ഛൻ വിഷമിക്കേണ്ട. നമ്മുടെ മോള് സന്തോഷായി രവിസാറിനോടൊപ്പം ജീവിക്കുകയാണെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. എന്തായാലും നമ്മുടെ പ്രാർത്ഥന കരിക്കൊത്തീമ തള്ളിക്കളയില്ല. ശ്രീയുടെ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ. ഈശ്വര, ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് ഒരിക്കലും ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇറങ്ങിപ്പോകാനുമല്ല. നിസ്സഹായ അവസ്ഥയിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്നോടൊപ്പം കാവലായി ഉണ്ടാകണം. എന്റെ വഴികളും എന്റെ ഉദ്ദേശങ്ങളും എനിക്കും ഈശ്വരനും മാത്രമേ അറിയൂ. ഏതൊരു പെണ്ണിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ലൊരു ഭാര്യയായി ജീവിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത് പക്ഷേ പ്രശ്നങ്ങൾക്കിടയിലാവരുതെന്നും എനിക്ക് നിർബന്ധമുണ്ട്. എന്ത് പ്രശ്നങ്ങളാണ് ശ്രീലക്ഷ്മിക്ക് ഇവിടെ? എൻ്റെ ഒരു നല്ല ഭാര്യയായി ജീവിക്കാൻ തടസ്സമായ എന്ത് പ്രശ്നമായാലും അത് ഞാനും അവളും ചേർന്ന് പരിഹരിച്ചാ പോരെ? രവി, അതിന് മാത്രം ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രീലക്ഷ്മി കുറച്ചു ദിവസം അവളുടെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നിൽക്കാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അത് ഈ രീതിയിലല്ല പോണ്ടത്. അനിയത്തിക്കുട്ടി എന്തെങ്കിലും എടുത്തടിച്ച് പറഞ്ഞു എന്ന് കരുതി കൊണ്ടം വീട് വിട്ട് ഇറങ്ങിപ്പോകാന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നീ പറയുന്നത് നിന്റെ ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന് അമ്മയ്ക്ക് അറിയാം മോനെ. ഈ വീട്ടിലും ഇവിടെയുള്ളവരുടെ ഇടയിൽ കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ട് ആ കുട്ടി. ആകെ ഒരു ആശ്വാസം നീയായിരുന്നു. നീ പിണങ്ങിയിരുന്നപ്പോഴോ ദേഷ്യപ്പെട്ടപ്പോഴോ അവൾക്കും അത് സഹിക്കാൻ പറ്റി കാണില്ല. അമ്മയ്ക്കറിയാം നീ അവളോട് പിണങ്ങിയിരിക്കുന്നത് നിനക്ക് അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണെന്ന്. ഇഷ്ടമുള്ളിടത്തെ പിണക്കങ്ങളുണ്ടാവൂ. ഇഷ്ടം എത്രയും കൂടുതലുണ്ടോ അത്രയും നമ്മൾ പിണങ്ങുകയും ചെയ്യും. ശരിക്കും എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാൻ വയ്യ, അതാണ് സത്യം. ശ്രീലക്ഷ്മി വന്നതിന് ശേഷമാണ് ജീവിതം ഇനിയും ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. ഒരിക്കൽ എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു എന്ന് കരുതിയതൊക്കെ ആവർത്തിക്കപ്പെടുമ്പോ നോക്കി നിൽക്കാൻ എനിക്കാവുന്നില്ല. ശ്രീലക്ഷ്മി ഞാൻ അങ്ങോട്ടും വിടില്ല. മോനെ രവി, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. നിന്നെപ്പോലെ തന്നെ എനിക്കും ഇഷ്ടമാണ് ശ്രീലക്ഷ്മിയെ. പക്ഷേ ഞാനോ നീയോ കണ്ടതോ ഇഷ്ടപ്പെട്ടതോ ആയ ശ്രീലക്ഷ്മിയല്ല ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോഴുള്ള ശ്രീലക്ഷ്മിയെ അതെന്ത് സാഹചര്യം കൊണ്ടായാലും നമുക്ക് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ചിലപ്പോ
ഡോക്ടർ പറഞ്ഞതുപോലെ കൗൺസിലിംഗ് കൊണ്ട് ശരിയാവുമായിരിക്കും. അങ്ങനെ ശരിയാവണമെങ്കിൽ തന്നെ അതിനുള്ള ചുറ്റുപാടും ആൾക്കാരുമാണോ ഇവിടെ? അസുഖക്കാരി എന്ന പേരും കുത്തുവാക്കും കേട്ട് ഇനിയും ശ്രീലക്ഷ്മി ഇവിടെ നിൽക്കണമെന്നാണോ നിന്റെ ആഗ്രഹം? രേഖയുടെ സംസാരം കേട്ടാൽ അസുഖമില്ലാത്തവർക്കും അസുഖം വരും. ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ആവശ്യം മനസമാധാനം കിട്ടുന്ന ഒരിടമാണ്. അത് ഇവിടത്തെക്കാൾ കൂടുതൽ കിട്ടുന്നത് അവളുടെ സ്വന്തം വീട്ടിലാണ്. നമ്മളിപ്പോ അവളെ തടഞ്ഞു നിർത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവളോട് നമ്മൾ ചെയ്യുന്ന പാപം കൂടിയാ. നിന്നെപ്പോലെ എനിക്കും വിഷമമുണ്ട്. പക്ഷേ ഇപ്പൊ അവളെടുത്ത തീരുമാനം തന്നെയാ എന്തുകൊണ്ടും ശരി. അധികം വൈകാതെ നിന്റെ ശ്രീലക്ഷ്മിയെ തിരികെ കിട്ടുമെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നു. പിന്നെ നീയാണ് അവളുടെ ഭർത്താവ്. നിന്റെ തീരുമാനം തന്നെയാണ് അന്ത്യവും. പക്ഷേ ഒരു പരിധിക്കപ്പുറം നീ അവളെ തടയരുത്. നമുക്കായിട്ട് ഇതിൽ ഒന്നും ചെയ്യാനില്ല. സർവവും ഈശ്വരൻ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഇങ്ങനൊരവസ്ഥയില് ഈശ്വരന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷേ എനിക്കറിയാം ഇതും ഒരു ഈശ്വര നിശ്ചയാണെന്ന്. ഓരോ നിമിഷങ്ങളിൽ ഞാൻ അറിയുന്നുണ്ട് എന്റെ ജീവിതഗതികൾ മാറി മറിയുന്നതിൽ എന്നെക്കൊണ്ട് പല പദ്ധതികൾ അങ്ങേക്ക് നിറവേറ്റാനുണ്ടെന്ന്. ഞാൻ ഇവിടം വിട്ട് പോയാലും രവിസാറിനെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം ഈശ്വരൻ കൊടുക്കണം. പിന്നിട്ട വഴികളിലെല്ലാം ദുഃഖങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഈശ്വരൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോ ഞാൻ കൂടി. എനിക്കറിയാം ആ മനസ്സിലെ മുഴുവൻ ഞാനാണെന്ന്. ആ മനസ്സ് വേദനിക്കുന്നതും ഞാൻ കാരണം. എല്ലാ ദുഃഖങ്ങൾക്ക് ശേഷവും ഒരു സന്തോഷം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ ഈ പിണക്കങ്ങൾക്കൊടുവിൽ ഒരിണക്കവും ഉണ്ടാവണം. രവിസാറ് എന്റേത് മാത്രമാകണം. അതിനെല്ലാം മുൻപ് എന്നെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കണം. ശത്രുക്കൾ അവരാരായിരുന്നാലും എന്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിത്തരണം. I'm sorry, Srilakshmi. സാർ എന്തിനാ സോറി പറയുന്നത്? താങ്ക്സ് അല്ലേ സാർ പറയേണ്ടത്? താങ്ക്സോ? എന്തിന്? മനസ്സിലായില്ല. സാറ് പറഞ്ഞതനുസരിച്ച് ഞാൻ ട്രീറ്റ്മെന്റിന് തയ്യാറായി ഹോസ്പിറ്റലിൽ വന്നില്ലേ? അതിന് സാർ താങ്ക്സ് അല്ലേ പറയേണ്ടത്? എന്തിനാ സോറിയൊക്കെ പറയുന്നത്? താൻ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ? ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ പെയിൻ. പക്ഷേ താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തന്നെ നല്ലതിനു വേണ്ടിയാണ്. നമ്മുടെ പ്രണയം എന്നെന്നും ഒരേപോലെ നിലനിൽക്കാനാണ്. നമ്മൾ രണ്ടാൾക്കുമിടയിൽ ഒരിക്കലും ഒരു അകൽച്ച ഉണ്ടാകാൻ പാടില്ല.
ഓരോ നിമിഷവും നമ്മുടെ പ്രണയത്തിനായി മാത്രം ആഗ്രഹിക്കുന്ന ഞാൻ തന്നെ അതിന് അകൽച്ചയുണ്ടാക്കുമോ എന്ന് സാറിന് ഭയമുണ്ടല്ലേ? ഞാൻ അതല്ല ശ്രീലക്ഷ്മി ഉദ്ദേശിച്ചത്. പിന്നെ സാറ് പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയല്ലേ? ഒരിക്കലുമല്ല. ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കിടയിലും നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്നും തന്റെ മൈൻഡ് ഡിസ്റ്റർബ് ആണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് സാറും എനിക്ക് ഭ്രാന്താണെന്ന് വിശ്വസിച്ചു അല്ലേ? താൻ എന്തിനാണ് ശ്രീലക്ഷ്മി ഇങ്ങനെ എഴുതാപ്പുറങ്ങൾ വായിക്കുന്നത്? സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയത് കൊണ്ട് മാത്രം തനിക്ക് മാനസിക രോഗമുണ്ടെന്നാണ് അർത്ഥം? സൈക്കാട്രിസ്റ്റ് മാനസിക രോഗം ഇല്ലെന്ന് പറഞ്ഞാലും എനിക്ക് ചുറ്റുമുള്ളവരിനി എന്നെ അങ്ങനെ ആക്കും സർ. രേഖ മാഡം ചോദിച്ചത് സാറ് കേട്ടതല്ലേ, എന്റെ ഭ്രാന്ത് കുറയുമെന്ന്. ഇന്ന് രേഖ മാഡം, നാളെ രഘുവും ഗായത്രി അമ്മയും, നമ്മുടെ സെർവൻസും എല്ലാവരും. അവസാനം സാറും പറയും ഞാൻ ഭ്രാന്തിയാണെന്ന്. മറ്റാര് പറഞ്ഞാലും ഞാനത് സഹിക്കും സർ. പക്ഷെ സാറിന്റെ നാവിന്ന് കൂടി അങ്ങനെ വന്ന പിന്നെ എന്ത് സംഭവിക്കുന്നോർത്ത് എനിക്ക് ഭയമുണ്ട് സർ. രാജനന്ദനിക്ക് സംഭവിച്ചതുപോലെ തന്നെ ഞാനും ഈ ലോകത്ത് നിന്നും. ശ്രീലക്ഷ്മി പ്ലീസ്, താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് ടെൻഷൻ ആവുകയാണ്. രേഖ അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ച് അത് രേഖയുടെ അറിവില്ലായ്മയായിട്ട് താൻ കാണണം. അറിവില്ലാത്തവർ പറയുന്നതിന്റെ പുറകെ പോവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മറ്റുള്ളവർ എന്ത് പറയുമെന്നോർത്ത് നമ്മൾ മനസ്സ് പോയിക്കാതെ നമ്മുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മൾ തന്നെ കണ്ടെത്തണം. അതിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന എല്ലാ വഴികളിലൂടെയും നമുക്ക് സഞ്ചരിച്ചു നോക്കാം. സൈക്കാട്രിയും അങ്ങനെ ഒരു വഴിയായി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതാണ് ശ്രീലക്ഷ്മി മനസ്സിലാക്കേണ്ടത്. ഞാൻ എടുത്ത ഈ തീരുമാനം നാളെ ശ്രീലക്ഷ്മിക്ക് നല്ലതേ വരുത്തൂ. ട്രസ്റ്റ് മീ. ഓക്കേ സർ, ഞാൻ സാറിനെ വിശ്വസിക്കുന്നു. എന്നെ വിശ്വാസം ഉണ്ടായിട്ടാണോ താൻ പിണങ്ങി അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്? എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല സർ. ഞാൻ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചതിന്റെ പിന്നിൽ ആരോടുള്ള പിണക്കവും ഒരു കാരണമേ അല്ല. പിന്നെ രേഖ അങ്ങനെ പറഞ്ഞതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ തനിക്ക് ഹേർട്ടായോ? ഇല്ല ഇല്ല സർ, എനിക്കെന്റെ അച്ഛനെ അമ്മയൊന്ന് കാണണം. ഹോസ്പിറ്റലിൽ വെച്ച് താൻ അച്ഛനും അമ്മയെ കണ്ടതല്ലേ? ഇന്ന് നടന്ന സംഭവങ്ങൾ കാരണം തനിക്ക് ഹേർട്ടായിട്ടുണ്ട്. അതിനുള്ള കാരണക്കാരൻ ഞാനാണ് ശ്രീലക്ഷ്മി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് തന്റെ സന്തോഷം മാത്രമാണ്. എനിക്കറിയാം സർ. പക്ഷെ സാറിനോട് പിണങ്ങാനോ സാറിനെ വെറുക്കാനോ എനിക്കാവില്ല. തമ്മിലടുത്തപ്പം മുതൽ എനിക്ക് സാറിനോടുള്ളത് പ്രണയം മാത്രം. അന്നും ഇന്നും എന്നും പ്രണയം മാത്രം. പിന്നെ എന്തിനാ ശ്രീലക്ഷ്മി താൻ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഇപ്പൊ പോകുന്നത്? എനിക്ക് തന്നെ തടയാനാവില്ല. പക്ഷെ എനിക്കറിയണം താൻ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചത് അച്ഛനും അമ്മയും കാണാനും അവരുടെ കൂടെ കുറച്ചു ദിവസം താമസിക്കാനാണോ, അതോ ഇവിടെയുണ്ടായ സംഭവങ്ങൾ തന്നെ വിഷമിപ്പിച്ചതുകൊണ്ടാണോ? നമ്മളുടെ പ്രണയത്തെ സംരക്ഷിക്കാനും രാജനന്ദിനിയുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്താനും ഞാൻ നടത്തിയ ശ്രമങ്ങളാണ് തെറ്റിദ്ധാരണകളായി മാറിയതും എനിക്ക് അന്വേഷണം തുടരാൻ ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതും. ഇവിടെ നിന്ന് എന്റെ അന്വേഷണങ്ങൾ തുടരുന്നത് ഇനി സാധ്യമല്ലെന്ന് എനിക്ക് മനസ്സിലായി സർ. അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഓരോ നിമിഷവും ഞാൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും സാറിനെ കുറിച്ചും നമ്മുടെ പ്രണയത്തെക്കുറിച്ചുമാണ് സർ. ശ്രീലക്ഷ്മി താനൊന്നും പറഞ്ഞില്ല. ശരിക്കും അച്ഛനും അമ്മയും മിസ് ചെയ്തുകൊണ്ട് മാത്രമാണോ താൻ പോകുന്നത്? അതെ സർ. ശരി, എങ്കിൽ താൻ വീട്ടിലേക്ക് പോയിക്കോ. പക്ഷേ ഒരിക്കലും തന്റെ അച്ഛനും അമ്മയും ഇവിടെ നടന്നൊന്നും അറിയരുത്. അതവർക്ക് സഹിക്കാനാവില്ല.
അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. ഇല്ല സർ, ഒരിക്കലുമില്ല. അച്ഛനോടും അമ്മയോടും സംഭവിച്ചതൊന്നും ഒരിക്കലും പറയില്ല. ശരി, ഡോണ്ട് വറി ശ്രീലക്ഷ്മി. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും വെരി സൂൺ. അതുവരെ നമ്മൾ ധൈര്യമായിട്ടിരുന്നാൽ പിന്നെ മറ്റു കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഒരു കാര്യം മാത്രം, ശ്രീലക്ഷ്മിയായിട്ട് തന്നെ തുടരണം. ഓക്കെ? എനിക്കറിയാം, പക്ഷെ ഞാനായി തന്നെയാണ് പെരുമാറുന്നത്. രാജനന്ദിനി ഞാൻ തന്നെയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ എനിക്കാവില്ല. ഇതെന്റെ ഭാഗ്യമാണോ ശാപമാണോ എന്നറിയാതെ ഞാൻ ഒരുങ്ങുകയാണ്. ആഹാ, സാന്ദ്രാമ്മയുടെ ഇതുവരെ ഇറങ്ങിയില്ലായിരുന്നു. ഇല്ല സർ, കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഉണ്ടാവുമല്ലോ, പഴയ പോലെ അല്ലല്ലോ. ഐ മീൻ, വൈസ് പ്രസിഡന്റ് മാത്രമല്ല ഇപ്പോ, രേഖാ മാഡത്തിന്റെ അസിസ്റ്റന്റ് കൂടിയല്ലേ. അപ്പൊ സ്വാഭാവികമായും ജോലി തിരക്കും കൂടും. എന്ത് ചെയ്യാനാ രാജാറാം സർ, അവരുത്തരവിടും, നമ്മൾ ആ ഉത്തരവ് നടപ്പിലാക്കണം. ശരിക്കും പറഞ്ഞ ഒരു റോബോട്ടിനെ പോലെയായ എന്റെ അവസ്ഥ. എന്നാ ശരി സർ, ഞാൻ ഇറങ്ങുന്നു. ഗുഡ് നൈറ്റ്. സാന്ദ്ര മാഡം നിന്നേ. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. മാഡത്തിന് എന്തോ പ്രശ്നമുണ്ട്, വേറെ ആരോടും പറയാൻ പറ്റാത്ത പ്രശ്നം. എന്ത് കാര്യമായാലും മാഡം എന്നോട് തുറന്നു പറയാറുണ്ടായിരുന്നു. ആ എന്നോട് പോലും മാഡം എന്തോ മറക്കുന്നത് പോലെ എനിക്കൊരു തോന്നൽ. എന്താ ശരിയല്ലേ? ചിലപ്പോൾ ഇതൊരു തോന്നലാവും. അങ്ങനെയാണെങ്കിൽ മാഡത്തിന് പോവാം. അങ്ങനെ അല്ലെങ്കിൽ എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ കേൾക്കാൻ ഞാൻ റെഡിയാണ്. രാജാറാം സർ, സാറിന്റെ തോന്നല് കറക്റ്റാ. ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുക ഞാൻ. ശരിക്കും അകപ്പെട്ടതല്ല, അകപ്പെടുത്തിയതാ. അകപ്പെടുത്തിയതോ? ആര്? വേറെ ആര്? രേഖ മാഡം തന്നെ. അവളെ ഞാൻ ഇപ്പോഴും മാഡം എന്ന് വിളിക്കുന്നത് അവളിരിക്കുന്ന കസേരയോട് എനിക്ക് ബഹുമാനം ഉള്ളതുകൊണ്ടാ. അത് ശരി, നിങ്ങൾ തമ്മിലുള്ള ഈഗോ ക്ലാഷ് ഒന്നും ഇതുവരെ തീർന്നില്ലേ? ഈഗോ ക്ലാഷ് എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമാക്കി എടുക്കരുത് രാജാറാം സർ. ഞാനും ആദ്യം അങ്ങനെ തന്നെയാ കരുതിയത്. എന്നാ കേവലം ഒരു ഈഗോ മാത്രമല്ല അവൾക്ക്. ശ്രീലക്ഷ്മിയെ അപ്പാടെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അവൾക്കുണ്ട്. യെസ്, അവളുടെ പെട്ടിയെടുത്ത് കൂടെ നടന്നപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായതാ അത്. സാന്ദ്ര മാഡം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലാവുന്നില്ല. ഉദ്ദേശമല്ല രാജാറാം സർ, വ്യക്തത. വ്യക്തമായിട്ടാ ഞാൻ പറയുന്നത്. അനിയത്തിക്കുട്ടി എന്ന് രവി സാർ സ്നേഹത്തോടെ വിളിക്കുന്ന അവൾക്ക് വേറെ ആരും കാണാത്ത മുഖങ്ങളുണ്ട്, പദ്ധതികളുണ്ട്. പണ്ടെങ്ങോ ഞാൻ ചെയ്തു വെച്ച അബദ്ധങ്ങളുടെ വാല് പിടിച്ചാ അവളിപ്പോ കളിക്കുന്നത്. പണ്ട് സാൻഡ്ര എങ്ങനെയായിരുന്നോ അതിന്റെ 100 ഇരട്ടിയാണ് രേഖ. ശ്രീലക്ഷ്മിയെ രവിസാറിനെയും തമ്മിൽ പിരിക്കാൻ എന്നെ കരുവാക്കുകയാണ് അവളിപ്പോ. അത് ഒരുമാതിരി ചീപ്പ് ഡ്രാമ കളിച്ച്. സത്യം പറഞ്ഞ ഇപ്പോഴും മാഡം പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. പിന്നെ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. പണ്ട് സാന്ദ്ര മാഡം എന്തിനാണോ ശ്രമിച്ചത് അതിപ്പോ രേഖാ മാഡം ചെയ്യുന്നു. രവി സാറിനെയും ശ്രീലക്ഷ്മിയെയും തമ്മിൽ പിരിക്കാൻ. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. സാന്ദ്ര മാഡം തോറ്റു മുട്ടുകുത്തിയെടുത്ത് രേഖാ മാഡം എന്ത് ചെയ്യാനാ? സർ, അവിടെയാണ് സർ നമുക്ക് തെറ്റുപറ്റുന്നത്. നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് കാര്യങ്ങൾ.